1 സാമുവേൽ അധ്യായം 4. സാമുവേലിൻ്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു. അക്കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി. ഇസ്രായേൽ എബനേസറിലും ഫിലിസ്ത്യർ അഫെക്കിലും പാളയമടിച്ചു. ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ അണിനിരന്നു. യുദ്ധത്തിൽ ഇസ്രായേല്യർ പരാജയപ്പെട്ടു. യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ 4000-ഓളം ആളുകളെ ഫിലിസ്ത്യർ വധിച്ചു. ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഫിലിസ്ത്യർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം. അവിടുന്ന് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളയച്ച് കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. ആ ശബ്ദം ഫിലിസ്ത്യർ കേട്ടു. എബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്രാട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്ന് അവർ തിരക്കി. കർത്താവിൻ്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ ഫിലിസ്ത്യർ ഭയചകിതരായി. അവർ പറഞ്ഞു, പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട്, നമ്മൾ നശിച്ചു. മുൻപൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കും? മരുഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണ് അവർ. ഫിലിസ്ത്യരെ, നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്യുവൻ, അല്ലെങ്കിൽ ഹെബ്രായർ നമുക്ക് അടിമകളായിരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും. അതുകൊണ്ട് പൗരുഷത്തോടെ പൊരുതുവൻ. ഫിലിസ്ത്യർ യുദ്ധം ചെയ്തു. ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു. വലിയൊരു നരവേട്ട നടന്നു. 30,000 പടയാളികൾ നിലം പതിച്ചു. ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും വധിക്കപ്പെട്ടു. ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ അന്ന് തന്നെ യുദ്ധരംഗത്ത് നിന്ന് ഓടി ഷീലോയിലെത്തി. അവൻ വസ്ത്രം വലിച്ചീറുകയും തലയിൽ പൂഴി വിതറുകയും ചെയ്തിരുന്നു. അവൻ ഷീലോയിൽ എത്തുമ്പോൾ ഏലി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് ആകുലചിത്തനുമായിരുന്നു അവൻ. പട്ടണത്തിലെത്തി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ മുറവിളി കൂട്ടി. ഏലി അത് കേട്ടു. എന്താണ് ഈ മുറവിളി? അവൻ ആരാഞ്ഞു. അപ്പോൾ ദൂതൻ ഏലിയുടെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു, ഏലിക്ക് 98 വയസ്സുണ്ടായിരുന്നു. അവൻ മിക്കവാറും അന്ധനുമായിരുന്നു. ദൂതൻ പറഞ്ഞു, ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഇവിടെ എത്തിയതാണ്. മകനെ, എന്ത് സംഭവിച്ചു എന്ന് ഏലി ചോദിച്ചു. അവൻ പറഞ്ഞു, ഇസ്രായേൽ ഫിലിസ്ത്യരോട് തോറ്റോടി. ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു. അത് ഭയങ്കരമായൊരു പരാജയമായിരുന്നു. കൂടാതെ അങ്ങയുടെ പുത്രന്മാരായ ഹോഫ്നിയെയും ഫിനെഹാസിനെയും അവർ വധിച്ചു. ദൈവത്തിൻ്റെ പേടകം അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു. ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാതിൽപ്പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞു. വൃദ്ധനും ക്ഷീണിതനുമായ അവൻ കഴുത്തൊടിഞ്ഞ് മരിച്ചു. അവൻ 40 വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു. ഏലിയുടെ ഗർഭിണിയായ മരുമകൾക്ക്, ഫിനെഹാസിൻ്റെ ഭാര്യയ്ക്ക്, പ്രസവ സമയം അടുത്തിരുന്നു. ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവവേദന ശക്തിപ്പെട്ട് അവൾ ഉടനെ പ്രസവിച്ചു. അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ മരണാസന്നയായ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
എന്നാൽ അവൾ അതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേരിട്ടു. കാരണം ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായിയപ്പനും ഭർത്താവും നഷ്ടപ്പെടുകയും ചെയ്തു. അവൾ വീണ്ടും പറഞ്ഞു, ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. Chapter 4. At that time the Philistines gathered for an attack on Israel. Israel went out to engage them in battle and camped at Ebenezer, while the Philistines camped at Aphek. The Philistines then drew up in battle formation against Israel. After a fierce struggle, Israel was defeated by the Philistines, who slew about 4,000 men on the battlefield. When the troops retired to the camp, the elders of Israel said, "Why has the Lord permitted us to be defeated today by the Philistines? Let us fetch the ark of the Lord from Shiloh, that it may go into battle among us and save us from the grasp of our enemies." So the people sent to Shiloh and brought from there the ark of the Lord of hosts, who is enthroned upon the cherubim. The two sons of Eli, Hophni and Phinehas, were with the ark of God. When the ark of the Lord arrived in the camp, all Israel shouted so loudly that the earth resounded. The Philistines, hearing the noise of shouting, asked, "What can this loud shouting in the camp of the Hebrews mean?" On learning that the ark of the Lord had come into the camp, the Philistines were frightened. They said, "Gods have come to their camp." They said also, "Woe to us! This has never happened before. Woe to us! Who can deliver us from the power of these mighty gods? These are the gods that struck the Egyptians with various plagues and with pestilence. Take courage and be manly, Philistines, otherwise you will become slaves to the Hebrews as they were your slaves. So fight manfully." The Philistines fought, and Israel was defeated. Every man fled to his own tent. It was a disastrous defeat, in which Israel lost 30,000 foot soldiers. The ark of God was captured, and Eli's two sons, Hophni and Phinehas, were among the dead. A Benjaminite fled from the battlefield and reached Shiloh that same day with his clothes torn and his head covered with dirt. When he arrived, Eli was sitting in his chair beside the gate, watching the road, for he was troubled at heart about the ark of God. The man, however, went into the city to divulge his news, which put the whole city in an uproar. Hearing the outcry of the men standing near him, Eli inquired, "What does this commotion mean?" Eli was 98 years old, and his eyes would not focus so that he could not see. The man quickly came up to Eli and said, "It is I who have come from the battlefield. I fled from there today." He asked, "What happened, my son?" And the messenger answered, "Israel fled from the Philistines. In fact, the troops suffered heavy losses. Your two sons, Hophni and Phinehas, are among the dead, and the ark of God has been captured." At this mention of the ark of God, Eli fell backward from his chair into the gateway. Since he was an old man and heavy, he died of a broken neck. He had judged Israel for 40 years. His daughter-in-law, the wife of Phinehas, was with child at the point of giving birth. When she heard the news concerning the capture of the ark and the deaths of her father-in-law and her husband, she was seized with the pangs of labor and gave birth. She was about to die when the women standing around her said to her, "Never fear, you have given birth to a son." Yet she neither answered nor paid any attention. She named the child Ichabod, saying, "Gone is the glory from Israel," with reference to the capture of the ark of God and to her father-in-law and her husband. She said, "Gone is the glory from Israel, because the ark of God has been captured."